നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. വിവാഹ ചടങ്ങിനെത്തിയ സ്ത്രീയെ കടന്നുപിടിച്ചു. കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അറസ്റ്റിൽ. ചവറ തെക്കുംഭാഗം സ്വദേശി സന്തോഷ് തങ്കച്ചനാണ് അറസ്റ്റിലായത്. മദ്യലഹരിയിൽ പോലീസിന് നേരെയും ആക്രമണം. കേന്ദ്ര ബി.ജെ.പി. സർക്കാർ എന്താണോ ചെയ്യുന്നത് അതുതന്നെയാണ് കേരള സർക്കാരും സ്വീകരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല എം.എൽ.എ. കേരളത്തിൽ ജാതി തിരിച്ചുള്ള സംഗമങ്ങൾ നടത്തുകയാണ്. ജനങ്ങളെ കമ്പാർട്ട്മെന്റുകളായി തിരിക്കുന്ന സർക്കാരാണ് ഇവിടെയുള്ളതെന്നും കുറ്റപ്പെടുത്തൽ. ഗ്രന്ഥശാല ദിനത്തിൽ അക്ഷരദീപങ്ങൾ തെളിച്ച് കരുനാഗപ്പള്ളി താലൂക്ക് ഗ്രന്ഥശാല പ്രവർത്തകർ. ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററുമായി സഹകരിച്ചായിരുന്നു പരിപാടി. ആയിരത്തിരി അക്ഷരത്തിരി എന്ന പേരിലാണ് വിളക്കുകൾ തെളിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. സ്ത്രീയെ കടന്നുപിടിച്ച കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അറസ്റ്റിൽ. ചവറ തെക്കുംഭാഗം സ്വദേശി സന്തോഷ് തങ്കച്ചനാണ് അറസ്റ്റിലായത്. മദ്യലഹരിയിൽ ഇയാൾ പോലീസിനെയും ആക്രമിച്ചു. കുണ്ടറ ഇളമ്പള്ളൂരിലാണ് സംഭവം. സ്ത്രീയെ കടന്നുപിടിച്ച കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറെയാണ് അറസ്റ്റ് ചെയ്തത്. ചവറ തെക്കുംഭാഗം മുട്ടത്തുതക്കതിൽ 38-കാരനായ സന്തോഷ് തങ്കച്ചനാണ് കുണ്ടറ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം ഇളമ്പള്ളൂരിലെ ഓഡിറ്റോറിയത്തിൽ സുഹൃത്തിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ സ്ത്രീക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം കുഞ്ഞിനോടൊപ്പം പുറത്തേക്കിറങ്ങിയ സ്ത്രീയെ പിന്തുടർന്നെത്തി കയ്യിൽ കടന്നുപിടിക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്ത ഭർത്താവിനെ അസഭ്യം പറഞ്ഞു. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവർ സന്തോഷിനെ തടഞ്ഞുവെച്ച് കുണ്ടറ പോലീസിന് കൈമാറി. സ്റ്റേഷനിലെത്തിച്ച ശേഷം വൈദ്യപരിശോധനയ്ക്ക് കുണ്ടറ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് പോലീസിന് നേരെ അസഭ്യവർഷവും അക്രമവും ഉണ്ടായത്. കൈക്ക് പരിക്കേറ്റ CPO റിയാസ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സന്തോഷ് മദ്യലഹരിയിൽ അക്രമം കാട്ടുകയായിരുന്നെന്ന് SI അംബരീഷ് പറഞ്ഞു. സന്തോഷിനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കേന്ദ്ര ബി.ജെ.പി. സർക്കാർ എന്താണോ ചെയ്യുന്നത് അതുതന്നെയാണ് കേരള സർക്കാരും സ്വീകരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിൽ ജാതി തിരിച്ചുള്ള സംഗമങ്ങൾ നടത്തുകയാണ്. ജനങ്ങളെ കമ്പാർട്ട്മെന്റുകളായി തിരിക്കുന്ന സർക്കാരാണ് ഇവിടെയുള്ളത്. ജനങ്ങളെ വേർതിരിച്ച് ഭരിക്കാമെന്നാണ് ഇവർ കരുതുന്നത്. കരുനാഗപ്പള്ളിയിൽ കോൺഗ്രസ് നേതാവ് മുനമ്പത്ത് വഹാബ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല. കേന്ദ്ര ബി.ജെ.പി. സർക്കാർ ചെയ്യുന്ന ജാതി തിരിച്ചുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് കേരള സർക്കാരും സ്വീകരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല MLA കുറ്റപ്പെടുത്തി. ഇതിന്റെ ഭാഗമായി കേരളത്തിലും ജാതി തിരിച്ചുള്ള സംഗമങ്ങൾ നടത്തുകയാണ്. ജനങ്ങളെ കമ്പാർട്ട്മെന്റുകളായി തിരിക്കുന്ന സർക്കാർ ഇവിടെയുണ്ട്. ഇതാണോ സർക്കാരെന്നും MLA ചോദിച്ചു. മതന്യൂനപക്ഷങ്ങൾക്കെതിരായി ശക്തമായ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് ഭൂരിപക്ഷത്തിന്റെ പിന്തുണ നേടി അധികാരത്തിൽ തുടരുക എന്ന നയമാണ് BJP സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ നയം തന്നെയാണ് കേരളത്തിൽ ഇവർ സ്വീകരിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇപ്പം ജാതി തിരിച്ചുള്ള സംഗമം നടത്തുക. അയ്യപ്പ സംഗമം നടന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷ സംഗമം, അത് കഴിഞ്ഞാൽ പട്ടികജാതി സംഗമം, അത് കഴിഞ്ഞാൽ ഓരോ മതത്തിനും അനിവാര്യമായ അവരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളെ കമ്പാർട്ട്മെന്റുകളായി തിരിച്ചുകൊണ്ടുള്ള സംഗമം നടത്തുക. ഇതൊരു ഗവൺമെന്റ് ആണോ? ഗവൺമെന്റ് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ജാതിയുടെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിളിച്ചുകൂട്ടിയ സംഗമം നടത്തി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്നുള്ള തെറ്റായ ധാരണയാണ് ഇവർക്കുള്ളത്. ജനങ്ങളെ വേർതിരിച്ച് ഭരിക്കാമെന്നാണ് ഇവർ കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കരുനാഗപ്പള്ളിയിൽ കോൺഗ്രസ് നേതാവ് മുനമ്പത്ത് വഹാബ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല. അതിന് ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും ദുർബലപ്പെടുത്തുന്നു, ഭരണഘടനയെ പോലും തിരുത്തി എഴുതാൻ ശ്രമിക്കുന്നു. രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങളെ തകർത്തുകൊണ്ട് തങ്ങൾ അധികാരം കൈലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് രാജ്യവിരുദ്ധ ശക്തികൾ, വർഗീയ ശക്തികളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. താൽക്കാലികമായി ഒരുപക്ഷെ അവർക്ക് വിജയമുണ്ടാകാം. ആത്യന്തികമായ വിജയം ജനാധിപത്യത്തിനും മതേതരത്വത്തിനും തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ എല്ലാ മതങ്ങളും മതവിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യമാണ്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച മുനമ്പത്ത് വഹാബ് അനുസ്മരണത്തോടൊപ്പം മുനമ്പത്ത് വഹാബ് ഫൗണ്ടേഷന്റെ പ്രഖ്യാപനവും നടന്നു. UDF ജില്ലാ ചെയർമാൻ KC രാജൻ പ്രഖ്യാപനം നിർവഹിച്ചു. DCC പ്രസിഡന്റ് P രാജേന്ദ്രപ്രസാദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KA ജവാദ് അധ്യക്ഷത വഹിച്ചു. CR മഹേഷ് MLA, KG രവി, വലിയത്ത് ഇബ്രാഹിംകുട്ടി, വാര്യത്ത് ഇസ്മയിൽ, R രാജശേഖരൻ, P രാജു, LK ശ്രീദേവി, തൊടിയൂർ രാമചന്ദ്രൻ, T തങ്കച്ചൻ, ചിറ്റമൂല നാസർ, M അൻസാർ, വിനോദ് പനക്കുളങ്ങര, സുരേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.
ഗ്രന്ഥശാല ദിനത്തിൽ അക്ഷരദീപങ്ങൾ തെളിച്ച് കരുനാഗപ്പള്ളി താലൂക്ക് ഗ്രന്ഥശാല പ്രവർത്തകർ ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററുമായി സഹകരിച്ചായിരുന്നു പരിപാടി. 1000 അക്ഷരത്തിരി എന്ന പേരിലാണ് വിളക്കുകൾ തെളിച്ചത്. ഖസാക്ക്, കാലം, ദേശം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ഗ്രന്ഥശാല ദിനത്തിലാണ് ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററുമായി സഹകരിച്ച കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ അക്ഷരത്തിരി തെളിച്ചത്. 1000 അക്ഷരത്തിരി എന്ന പേരിലായിരുന്നു പരിപാടി. കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗ്രന്ഥശാല പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും ചേർന്ന് അക്ഷരദീപം തെളിച്ചു. പ്രഭാഷകനും എഴുത്തുകാരനുമായ സുനിൽ പി ഇളയിടം ഖസാക്ക്, കാലം, ദേശം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. വലിയ കൃതികൾ എന്ന് പറയുന്നത് ഒരു കാലത്തിൽ ജീവിക്കുന്നവയല്ല, പല കാലങ്ങളിൽ ജീവിക്കുന്നവയാണ്. അങ്ങനെ പല കാലങ്ങളിൽ ജീവിക്കാൻ അവയ്ക്ക് കഴിയുന്നത് ഏത് കാലത്തേക്കും പോന്ന ശരികളെ മുൻകൂറായി എഴുത്തുകാർ കണ്ടെത്തി കൃതികളിൽ സന്നിവേശിപ്പിക്കുന്നത് കൊണ്ടോ ആദ്യമേ തന്നെ ഒരു ദൈവത്തെ പോലെ എല്ലാ അറിവും അനുഭവങ്ങളും ഒരു എഴുത്തിൽ ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ കൂട്ടിച്ചേർക്കുന്നതോ കൊണ്ടോ അല്ല, മറിച്ച് തൻ്റെ കാലത്തെ രൂപപ്പെടുത്തുന്ന സാമൂഹികമായ ബലങ്ങൾ, ചരിത്രപരമായ ബലങ്ങൾ, അതിൻ്റെ സൂക്ഷ്മാംശങ്ങൾ ഏതോ നിലയിൽ തിരിച്ചറിഞ്ഞ്, വൈജ്ഞാനികമായിട്ടൊന്നും ആവണമെന്നില്ല, വളരെ അബോധാത്മകമായി തിരിച്ചറിഞ്ഞ് അവയെ കൂടി തൻ്റെ ആഖ്യാനത്തിലേക്ക്, അവതരണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതോടെ പിൽക്കാലത്ത് എപ്പോഴെങ്കിലും തെളിയാനിരിക്കുന്ന ആശയങ്ങളുടെയും അനുഭവങ്ങളുടെയും അവതരണ സ്ഥാനം കൂടിയായി ഒരു കൃതി മാറിത്തീരും എന്ന് പറയാം. നാടകപ്രവർത്തകരായ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി, ഗായകരായ KS പ്രിയ, വരലക്ഷ്മി, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കടത്തൂർ മൻസൂർ, മീനാക്ഷി, അക്ഷയ രവീന്ദ്രൻ, അവന്തിക, അമീൻ ഷാ, സൽമ, ഗിരീഷ് ഗോപിനാഥ്, എൽ ശ്രീലത, ആർ ഗോപിദാസ് എന്നിവർ അക്ഷരദീപങ്ങൾ തെളിച്ചു. ഗ്രാവിറ്റി സെക്രട്ടറി വി വിമൽ റോയി അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ, ഇടക്കുളങ്ങര ഗോപൻ, ബി കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിസംബർ 27 മുതൽ 30 വരെ നാടകപ്രവർത്തകൻ ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്ത ഖസാക്കിന്റെ ഇതിഹാസം എന്ന നാടകത്തിന്റെ അവതരണത്തിന്റെ ഭാഗമായാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വീഥികളെ ഭക്തിയിൽ ആറാടിച്ച് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം. നാടകം, ശോഭായാത്രകൾ നടന്നു. കരുനാഗപ്പള്ളിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഉറിയടി ഘോഷയാത്ര നടത്തി. കരുനാഗപ്പള്ളിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടന്നു. ബാലഗോകുലങ്ങളുടെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ശോഭായാത്രകൾ നടന്നത്. മിക്കയിടത്തും ഉറിയടിയും നടത്തി. ഇടക്കുളങ്ങര ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ മടത്തിൽ ക്ഷേത്രം, ആലേത്തുകാവ്, വെട്ടിക്കോട്ടുകാവ്, അപ്പിച്ചേത്ത് ക്ഷേത്രം, കളീകൽ ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്ന് ശോഭായാത്രകൾ നടന്നു. കുലശേഖരപുരത്ത് അമ്പിലേത്ത് ഭഗവതി ക്ഷേത്രം, മാമ്പറ്റ ഭഗവതി ക്ഷേത്രം, തേവലശ്ശേരി ജംഗ്ഷൻ, കൊടിക്കര ഭുവനേശ്വരി ക്ഷേത്രം, കുറുങ്ങപ്പള്ളി ഭഗവതി ക്ഷേത്രം, ചങ്ങൻകുളങ്ങര മഹാദേവ ക്ഷേത്രം, പുലിയൻകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നും ശോഭായാത്രകൾ നടത്തി. മാലുമേൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വൈശ്യംപറമ്പ് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് പ്ലാവിള ജംഗ്ഷൻ, പുത്തൻകട ജംഗ്ഷൻ, തറയിൽ ജംഗ്ഷൻ, പാറയിൽ ജംഗ്ഷൻ, പടിഞ്ഞാറേയാൽത്തറ വഴി മാലുമേൽ ഭഗവതി ക്ഷേത്രത്തിൽ സമാപിച്ചു. കരുനാഗപ്പള്ളിയിൽ മരുതൂർകുളങ്ങര ക്ഷേത്രം, ഇളശ്ശേരി മഠം ക്ഷേത്രം, നമ്പരുവികാല ആലിലകൃഷ്ണൻ ക്ഷേത്രം, വളാലിൽ ക്ഷേത്രം, തുറയിൽക്കുന്ന് ക്ഷേത്രം, നെടിയവിള ക്ഷേത്രം, പണിക്കേരി കടവ്, കോഴിക്കോട് കണ്ണമ്പള്ളിൽ ക്ഷേത്രം, കരിമ്പാലിൽ ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നും ശോഭായാത്രകൾ നടന്നു. വിവിധയിടങ്ങളിലെ ശോഭായാത്രകൾ കരുനാഗപ്പള്ളിയിൽ മഹാശോഭായാത്രയായി സംഗമിച്ചു. ഉറിയടിയും നടത്തി. ഭക്തിസാന്ദ്രമായിരുന്നു ഘോഷയാത്രകൾ. തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും അഷ്ടമിരോഹിണി പൂജകൾ നടന്നു. വീഥികളെ അമ്പാടിയാക്കി ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ ശോഭായാത്രകളും നടന്നു. കലം കെട്ടി ഉറിയടിയും നടന്നു. താലപ്പൊലിയും വാദ്യമേളങ്ങളും ശോഭായാത്രയ്ക്ക് മിഴിവേകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ചവറയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജന്മാഷ്ടമി ആഘോഷം നടന്നു. ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ ശോഭായാത്രകൾ നടത്തി. പ്രധാന കേന്ദ്രങ്ങളിൽ മഹാശോഭായാത്ര സംഘടിപ്പിച്ചു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ചവറയിൽ വിപുലമായ ജന്മാഷ്ടമി ആഘോഷം നടന്നു. ഗോപികാ നൃത്തവും അവൽപ്പൊതി വിതരണവുമായി ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിലും ശോഭായാത്രകൾ നടന്നു.
നെറുകയിൽ മയിൽപ്പീലിത്തൊണ്ട് ചൂടി മഞ്ഞത്തുകൾ ചാർത്തി മുളന്തണ്ട് ചുണ്ടോട് ചേർത്ത ഉണ്ണിക്കണ്ണന്മാർ വീഥികളിൽ നിറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഗ്രാമ നഗരങ്ങൾ അമ്പാടിയായി മാറി. മേളങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ശോഭായാത്രകളിൽ കുട്ടികൾ കൃഷ്ണന്റെയും ഗോപികമാരുടെയും വേഷം ധരിച്ച് അണിനിരന്നു. താലപ്പൊലി, ചെണ്ടമേളം എന്നിവ അകമ്പടിയായി. ചവറ, തെക്കൻ ഗുരുവായൂർ, വെറ്റമുക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ജന്മാഷ്ടമി ആഘോഷങ്ങൾ നടന്നു. തേവലക്കര, മുള്ളിക്കാല, അരീക്കാവ്, കൈപ്പുഴക്കാവ് ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകൾ ചേന്നങ്കര ജംഗ്ഷനിൽ സംഗമിച്ച മഹാശോഭായാത്രയായി തെക്കൻ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമാപിച്ചു. ക്ഷേത്രത്തിൽ രാവിലെ മുതൽ ഉറിയടി നേർച്ച, അന്നദാനം, നൃത്തം എന്നിവയും നടന്നു. തന്ത്രി പുതുമന എസ് ദാമോദരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു വിശേഷാൽ പൂജകൾ. പന്മന, വെറ്റമുക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉറിയടി നടത്തി. ചവറ, തോട്ടുങ്കര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പൊങ്കാല നടന്നു. ഉറിയെഴുന്നള്ളത്ത്, ഉറിയടി എന്നിവയും നടന്നു. വടക്കുംതല, പനയന്നാർകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ജന്മാഷ്ടമി ആഘോഷങ്ങൾ നടന്നു. ചവറ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉറിയടി, ജന്മാഷ്ടമി സദ്യ എന്നിവ നടന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് KPSTA ചവറ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. ചവറ പഞ്ചായത്തിലെ ബെഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് KPSTയുടെ നേതൃത്വത്തിൽ സൗജന്യമായി യൂണിഫോം വിതരണം ചെയ്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് KPSTA ചവറ ഉപജില്ലാ കമ്മിറ്റി സ്മൃതി സംഗമം സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് ചവറ പഞ്ചായത്തിലെ ബെഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി യൂണിഫോം വിതരണം ചെയ്തു. സ്മൃതി സംഗമവും യൂണിഫോം വിതരണവും സംസ്ഥാന സെക്രട്ടറി PS മനോജ് ഉദ്ഘാടനം ചെയ്തു. മനുഷ്യനെ ഒന്നായി കാണുകയും പ്രയാസം അനുഭവിക്കുന്നവർക്ക് അത്താണിയാകണമെന്ന ചിന്തയോടെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് വിശ്രമമില്ലാതെ പ്രവർത്തിച്ച ഏറ്റവും മനുഷ്യസ്നേഹിയായ നേതാവായിരുന്നു ശ്രീമാൻ ഉമ്മൻചാണ്ടി. 1943 ഒക്ടോബർ മാസം 31-ാം തീയതി ജനിച്ച ഉമ്മൻചാണ്ടി സാർ 80 വയസ്സാകാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോഴാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. കൃത്യമായി പറഞ്ഞാൽ 2 വർഷങ്ങൾക്ക് മുമ്പ് 2023 ജൂലൈ മാസം 18-ാം തീയതി ഉമ്മൻചാണ്ടി സാർ വിട പറയുമ്പോൾ ഒരുപക്ഷെ ഈ ലോകത്ത് ഇത്രയും ആളുകൾ കണ്ണീരൊഴുക്കിയ ഒരു മരണം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സ് വികാരം കൊണ്ട് തള്ളുകയാണ്. എന്ത് വാക്കുകൾ കൊണ്ട് അതിനെ വർണ്ണിക്കണമെന്ന് ചോദിച്ചാൽ പലപ്പോഴും വാക്ക് കിട്ടാതെ ഇടറുന്ന ഒരു സാഹചര്യം. ഉണ്ണി പറഞ്ഞതുപോലെ ഗാനഗന്ധർവൻ യേശുദാസ് കോക്ലിയർ ഇംപ്ലാന്റേഷന്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഇതിനേക്കാൾ നമുക്ക് ഹൃദയസ്പർശിയായ മറ്റൊരു കാര്യമുണ്ട്. ഉപജില്ലാ പ്രസിഡന്റ് ഉണ്ണി ഇലവിനാൽ അധ്യക്ഷത വഹിച്ചു. ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, പ്രിൻസി, റീന തോമസ്, ഐ ജയലക്ഷ്മി, വരുൺലാൽ, ജിജി, ഉഷാകുമാരി, റോജ മാർക്കോസ്, ജയചന്ദ്രൻ, രാജ്ലാൽ തോട്ടുവാൽ, ഷെബിൻ കബീർ, ബിജു ഡാനിയൽ, സോഫിയ, അബിൻ ഷാ, താജ്മോൾ, ലില്ലി തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ ഒരു ജനകീയ നേതാവിന് നൽകിയ ഏറ്റവും വലിയ വിടവാങ്ങൽ വിലാപയാത്ര ഉമ്മൻചാണ്ടി സാറിനായിരുന്നു എന്നുള്ളത്, ഉമ്മൻചാണ്ടി സാറിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ, അദ്ദേഹം വഴി ആളുകൾക്ക് കിട്ടിയിട്ടുള്ള ആശ്വാസങ്ങൾ, മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുള്ള ആശ്വാസങ്ങളുടെ ബോധ്യപ്പെടുത്തലുകൾ, അതെല്ലാമായിരുന്നു അദ്ദേഹത്തിന്റെ വിലാപയാത്രയിലും തുടർന്നുള്ള നാളിതുവരെ 2 വർഷമായിട്ട് നടക്കുന്ന അദ്ദേഹത്തിന്റെ അനുസ്മരണങ്ങളിലും ഒക്കെ ബോധ്യപ്പെടുന്നത്. ഉമ്മൻചാണ്ടി സാറ് മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് അദ്ദേഹം വലിയ ഒരു വാഗ്മിയായിരുന്നില്ല. വാഗ്മി എന്ന് പറയുന്ന പ്രയോഗം മലയാള അധ്യാപകരൊക്കെ ഇരിക്കുന്നു. വാഗ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാചകത്തിൽ, പ്രസംഗത്തിൽ മിതത്വം പാലിക്കുന്ന ആളെന്നുള്ളതാണ്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അതിൻ്റെ വിപരീതം വാചാലൻ എന്നുള്ളതാണ് ഇല്ലേ ശരിയായിട്ടുള്ള ഒരു പ്രയോഗം. അദ്ദേഹം എന്തായാലും ദീർഘമായി പ്രസംഗിക്കുന്ന വ്യക്തിയായിരുന്നില്ല ഉമ്മൻചാണ്ടി. അദ്ദേഹം വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. അദ്ദേഹം വലിയ ഒരു പുസ്തകം വായനക്കാരനോ മഹാപണ്ഡിതനോ ഒന്നും ആയിരുന്നില്ല. രാഷ്ട്രീയ തത്വചിന്തകനായിരുന്നില്ല ഉമ്മൻചാണ്ടി. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തൻ്റെതായ ചില വ്യക്തിമുദ്രകളും ചില പ്രവർത്തന നിലപാടുകളും സ്വീകരിക്കാൻ, പ്രവർത്തന മാർഗരേഖകൾ രൂപീകരിക്കുന്നതിന് ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ പ്രവർത്തനം. ന്യൂസ് ബ്യൂറോ, ചവറ.
ശുചിമുറി മാലിന്യം തള്ളി. മൈനാഗപ്പള്ളി കുട്ടിത്തറ കലിങ്ങിന് സമീപമാണ് ശുചിമുറി മാലിന്യം തള്ളിയത്. നിരവധി തവണ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിന്റെയും 22-ാം വാർഡിന്റെയും അതിർത്തി പങ്കിടുന്ന കുട്ടിത്തറ കലിങ്ങിന് സമീപമാണ് വ്യാപകമായി ശുചിമുറി മാലിന്യം തള്ളുന്നത്. ലോഡ് കണക്കിന് മാലിന്യമാണ് ദിവസേന തള്ളുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. സമീപമുള്ള കൈത്തോടുകളിലേക്കും കൃഷി ചെയ്യുന്ന ഏലകളിലേക്കും മാലിന്യം ഒഴുകിയിറങ്ങി പ്രദേശവാസികളും ഏറെ ദുരിതത്തിലാണ്. സമീപത്തുള്ള കൈത്തോടുകളിലേക്കും കൃഷി ചെയ്യുന്ന ഏലകളിലേക്കുമാണ് ഈ മാലിന്യം ഇറങ്ങുന്നത്. ഇതോടെ ഏറെ ദുരിതത്തിലാണ് പ്രദേശവാസികൾ. പ്രദേശത്ത് രോഗഭീഷണിയും ഇത് ഉയർത്തുന്നു. നിരവധി തവണ വിഷയം പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും പോലീസിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തി. എന്നാൽ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ചക്കുവള്ളി സഭ പെട്രോൾ പമ്പിൽ വ്യാജ സ്ക്രീൻഷോട്ട് കാണിച്ച് പണം അപഹരിക്കാൻ ശ്രമം. കഴിഞ്ഞ ദിവസമാണ് സംഭവം. പണം തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് തട്ടിപ്പ് തിരിച്ചറിഞ്ഞത്. സംഭവത്തിൽ സൈബർ സെല്ലിലും ശൂർനാട് പോലീസിലും പരാതി നൽകി. ജില്ലയിൽ ഇത്തരത്തിൽ സൈബർ തട്ടിപ്പുകൾ പെരുകുന്നതായും ആക്ഷേപമുണ്ട്. സംസ്ഥാനത്ത് നോട്ട് നിരോധനത്തിന് ശേഷം പെട്രോൾ പമ്പുകളിൽ നടക്കുന്ന ഇടപാടുകളിൽ 70% ഡിജിറ്റൽ ഇടപാടുകളാണ്. അതായത് 50 രൂപയിൽ തുടങ്ങി 5000, 50,000 രൂപ വരെ ഉള്ള ഇടപാടുകളൊക്കെ ഡിജിറ്റലായിട്ടാണ് നടക്കുന്നത്. ഗൂഗിൾ പേ, ഫോൺ പേ, പിന്നെ മറ്റ് സംവിധാനങ്ങൾ. ഇത് വലിയ തോതിൽ ചിലർ സാമൂഹ്യ വിരുദ്ധർ ദുരുപയോഗം ചെയ്യുകയാണ്. പമ്പിലെ തിരക്കേറിയ സമയങ്ങളിൽ വ്യാജ സ്ക്രീൻഷോട്ട് കാണിച്ചും മൊബൈലിൽ കൂടി വിളിച്ചിട്ട് വ്യാജ സ്ക്രീൻഷോട്ട് ഇട്ടും, അതും കൂടാതെ വാഹനമായിട്ട് വന്നിട്ട് ഫുൾ ടാങ്ക് ഇന്ധനം നിറച്ച ശേഷം വാഹനം എടുത്തുകൊണ്ട് കളഞ്ഞു കളഞ്ഞ സംഭവങ്ങളും ഒക്കെയായി യാതൊരു വിധത്തിലും പെട്രോൾ പമ്പുകൾ നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് സംസ്ഥാനത്ത് കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ചക്കുവള്ളി സഫ പെട്രോൾ പമ്പിൽ വ്യാജ സ്ക്രീൻഷോട്ട് കാണിച്ച് പണം അപഹരിക്കാൻ ശ്രമം നടന്നത്. 100 ലിറ്റർ ഡീസൽ വേണമെന്നാവശ്യപ്പെട്ട് പെട്രോൾ പമ്പ് ഉടമയുടെ ഫോണിലേക്ക് കോൾ വന്നു. തുടർന്ന് ഇതിന്റെ തുക ആദ്യം തന്നെ നൽകാമെന്ന് പറഞ്ഞ് 19,000-ലധികം രൂപ അയച്ചതായി സ്ക്രീൻഷോട്ട് അയച്ചു. 1 മണിക്കൂറിനുള്ളിൽ കാർ കേടായെന്നും പൈസ തിരികെ വേണമെന്നും ആവശ്യപ്പെട്ട് വീണ്ടും വിളിച്ചു. ഇതോടെ പമ്പുടമ അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലാകുന്നത്. തുടർന്ന് പോലീസിൽ പരാതി നൽകി. പോലീസ് ഇടപെട്ടതോടെ ഇയാൾ ഫോൺ ഓഫാക്കി മുങ്ങുകയായിരുന്നു. കൊല്ലം ജില്ലയിൽ പെട്രോൾ പമ്പുകൾ കേന്ദ്രീകരിച്ച് നിരവധി സൈബർ തട്ടിപ്പുകളാണ് ഈയിടെയായി നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പാരിപ്പള്ളിയിലെ പമ്പിൽ നിന്ന് ഫുൾ ടാങ്ക് ഇന്ധനം നിറച്ച ശേഷം പണം നൽകാതെ കാറുടമ മുങ്ങിയിരുന്നു. കൊല്ലത്തും സമാനമായ സംഭവമുണ്ടായി. രാത്രികാലങ്ങളിലാണ് കൂടുതലായി തട്ടിപ്പ് നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ പെട്രോൾ പമ്പുകളുടെ പ്രവർത്തനം രാത്രികാലങ്ങളിൽ നിർത്തിവെക്കേണ്ടി വരുമെന്ന് ഓൾ കേരള പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് സഫ പറഞ്ഞു. സാമൂഹ്യ വിരുദ്ധ അക്രമം ഏറിയേറി വരികയാണ്. മറ്റുള്ള വിഷയങ്ങൾ അത് വേറെ. ഓയിൽ കമ്പനിയുടെ ഹറാസ്മെൻറ്റ്, അത് ഇതിലൊക്കെ ഓയിൽ കമ്പനികളും ഒരു പിടിച്ചുപറി സ്വഭാവത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇതെല്ലാം ഓയിൽ കമ്പനികൾ ആവശ്യപ്പെടുന്നത് 24 മണിക്കൂറും പൊതുജനത്തിന് സേവനം കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നും ഓയിൽ കമ്പനിയുടെ ഭാഗമല്ല. ഓയിൽ കമ്പനി ഉദ്യോഗസ്ഥർ ഇതിനകത്ത് വലിയ നിസ്സംഗതയാണ് പാലിക്കുന്നത്. അതുകൂടാതെ പോലീസിൽ ഇത്തരം പരാതികൾ കൊടുത്താലും അതിൻ്റെ ഗൗരവം കാണിക്കുന്നില്ല. ആകയാൽ ഞങ്ങൾ വരുന്ന സംസ്ഥാന ജില്ലാ മീറ്റിങ്ങുകളിൽ രാത്രിയുള്ള ഡിജിറ്റൽ ഇടപാടുകൾ നിർത്തിവെക്കുന്നതിനും 7 മണിക്ക് ശേഷം രാത്രി 7 മണിക്ക് ശേഷം യാതൊരുവിധ ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുന്നതല്ല എന്നും പെട്രോൾ പമ്പ് രാത്രി കാലങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല എന്നും കാണിച്ച് ബഹുമാനപ്പെട്ട സർക്കാരിനും ഓയിൽ കമ്പനിക്കും ബന്ധപ്പെട്ട അധികാരികൾക്കൊക്കെ കത്ത് നൽകാനിരിക്കുകയാണ്. പെട്രോൾ പമ്പുകളിലെ സൈബർ തട്ടിപ്പിനും അക്രമങ്ങൾക്കുമെതിരെ പോലീസ് മൃദു സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും ആക്ഷേപമുയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. വിനോദസഞ്ചാര രംഗത്ത് ജില്ലയുടെ അഭിമാന പദ്ധതിയായ ജൈവ വൈവിധ്യ സർക്യൂട്ട് 2026 പുതുവത്സര സമ്മാനമായി നാടിന് സമർപ്പിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ആശ്രമത്തെ പുനർജനി പാർക്ക് സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ത്രി വിലയിരുത്തി. ജൈവ വൈവിധ്യ പാർക്ക്, മെറീന, തടാക കേന്ദ്രങ്ങൾ, ജൈവ വൈവിധ്യ പാത എന്നിവ ഇതിന്റെ ഭാഗമാണെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളാണ് തയ്യാറാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. വിനോദസഞ്ചാര രംഗത്ത് ജില്ലയുടെ അഭിമാന പദ്ധതിയായ ജൈവ വൈവിധ്യ ടൂറിസം സർക്യൂട്ട് പദ്ധതി പുതുവത്സര സമ്മാനമായി നാടിന് സമർപ്പിക്കുമെന്ന്
മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഈ പദ്ധതി 2026 പുതുവത്സര സമ്മാനമായി കൊല്ലത്തിന് മാത്രമല്ല കേരളം ലോകത്തിന് നൽകുന്ന പദ്ധതിയാണ്. ഇങ്ങനെയൊരു ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ടിൻ്റെ ഭാഗമായി ഇവിടെയുള്ള പ്രവർത്തികൾ 2026 ജനുവരി മാസം പുതുവത്സര സമ്മാനമായി നാടിന് സമർപ്പിക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. എല്ലാ 2 ആഴ്ചയിലും ഇതിൻ്റെ മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് പരിശോധന നടത്തും. ഇനിയും ഇതിന്റെ പ്രവൃത്തി പുരോഗതി വിലയിരുത്താൻ വേണ്ടി ഞങ്ങളൊക്കെ തന്നെ നേരിട്ട് വരും. ആശ്രാമത്തെ പുനർജനി പാർക്ക് സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ത്രി വിലയിരുത്തി. ജൈവ വൈവിധ്യ പാർക്ക്, മെറീന, തടാക കേന്ദ്രങ്ങൾ, ജൈവ വൈവിധ്യപാത എന്നിവ ഇതിന്റെ ഭാഗമാണ്. കൊട്ടാരക്കര സർക്യൂട്ടിന്റെ ഭാഗമായ മുട്ടറ മരുത്തിമലയിൽ നിർമ്മാണം തുടങ്ങി. കൊല്ലം, തെന്മല എന്നിവയാണ് മറ്റ് സർക്യൂട്ടുകൾ. നിലവിലെ സൗകര്യങ്ങൾ പരിഷ്കരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളാണ് തയ്യാറാക്കിയതെന്നും മൺട്രോത്തുരുത്തിലെ വിനോദസഞ്ചാര സൗകര്യങ്ങൾ വികസിപ്പിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അഡ്വഞ്ചർ പാർക്ക്, കുട്ടികളുടെ പാർക്ക് എന്നിവയും കൂടുതൽ ആകർഷകമാക്കും. ഇത് നല്ല നിലയിൽ നടപ്പിലാക്കണം. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഇതിൽ പ്രത്യേക പിന്തുണയാണ് ഈ വികസന പ്രവർത്തനങ്ങളിൽ ടൂറിസം വകുപ്പിനോടൊപ്പം നിന്നുകൊണ്ട് നടത്തുന്നത്. ശ്രീ KN ബാലഗോപാൽ പ്രത്യേക ഇടപെടലും അദ്ദേഹത്തിന്റെ പ്രത്യേക നിർദ്ദേശവും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള ഇടപെടൽ നടത്തണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആശ്രമത്തിലെ ഈ പദ്ധതിയുടെ ഇതിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഉള്ള സ്ഥിതി നിങ്ങൾ നോക്കണം. ഇതിന്റെ മുമ്പത്തെ സ്ഥിതി നിങ്ങളൊക്കെ വിഷ്വലിൽ പകർത്തിയാണ്. ഇതാകെ മാറ്റിമറിക്കാനുള്ള ഉദ്ദേശമാണ്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായി മാറുന്ന നിലയാണ് ഉണ്ടാവുക. അഷ്ടമുടിക്കായലിൽ 100 ഇരിപ്പിടങ്ങളോടുകൂടിയ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റും ആരംഭിക്കും. ലിങ്ക് റോഡിന്റെ സമീപ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ജൈവ വൈവിധ്യ നടപ്പാതയും ഒരുക്കും. വി പാർക്ക് പോലെ പൊതുയിടങ്ങളെ പ്രയോജനകരമായ രീതിയിൽ മാറ്റുന്ന ഇടപെടലുകൾ തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ടൂറിസം വകുപ്പ് അഡീഷണൽ സെക്രട്ടറി D ജഗദീഷ്, KTALMD ഡോക്ടർ മനോജ് നീ, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ B ഷാനവാസ്, പ്രോജക്ട് എഞ്ചിനീയർ S ഷമീറ, ആർക്കിടെക്ചർ RS അഭിലാഷ്, DTPC സെക്രട്ടറി ജ്യോതിഷ് കേശവൻ എന്നിവർ സന്ദർശനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അഖില കേരള ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഇപ്റ്റ തഴവ യൂണിറ്റും ഈയാനത്ത് സാംസ്കാരിക കൂട്ടായ്മ തഴവയും സംയുക്തമായാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ഇപ്റ്റ തഴവ യൂണിറ്റും ഈയാനത്ത് സാംസ്കാരിക കൂട്ടായ്മ തഴവയും സംയുക്തമായാണ് അഖില കേരള ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. കൂട്ടായ്മ രക്ഷാധികാരി ഈയാനത്ത് സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂയോർക്ക് സിറ്റി മാരത്തോണിൽ ഞാൻ പോയിട്ടുണ്ട്. ചിക്കാഗോ, ലോസ് ആഞ്ചലസ്, സർവ്വ മാരത്തോണുകൾ ഓടുമായിരുന്നു. ആരോഗ്യമൊപ്പം ഇപ്പോൾ വയസ്സായി. ഇത് ഞാൻ പറയാൻ എൻ്റെ വീട്ടിൽ താഴെ എനിക്ക് മോനും ഞാൻ കളിക്കാൻ വേണ്ടി ഷട്ടിൽ ബാഡ്മിൻ്റനല്ല, ടേബിൾ ടെന്നീസ് കളിക്കാനും പിന്നെ ബില്ലിയാർഡെങ്കിൽ കൂടുതൽ കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. കൂട്ടായ്മ പ്രസിഡന്റ് PC സുനിൽ അധ്യക്ഷത വഹിച്ചു. തഴവ AVHS നടക്കുന്ന നാടകസന്ധ്യയോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംഘാടക സമിതി ചെയർമാൻ പോണാൽ നന്ദകുമാർ സ്വാഗതം പറഞ്ഞു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മഹേശൻ, സ്നേഹജൻ, രാജൻ പിള്ള കുറ്റിപ്പുറം, സരസ്വതി അമ്മ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. വിജയികൾക്ക് ഇന്ത്യൻ ജൂനിയർ ബാസ്കറ്റ്ബോൾ ക്യാപ്റ്റനായിരുന്ന രാധാകൃഷ്ണൻ, സംഘാടക സമിതി കൺവീനറും റിട്ടയർഡ് PT അധ്യാപകനുമായ സോമചന്ദ്രൻ എന്നിവർ ചേർന്ന് ട്രോഫികൾ വിതരണം ചെയ്തു. NSB അക്കാദമിയുടെ നാസറിന് സംഘടന നന്ദി അറിയിച്ചു. തിരുവനന്തപുരം ബൈജു സുരേഷ് ടീമാണ് മത്സരത്തിൽ ഒന്നാമതെത്തിയത്. ആലപ്പുഴ ഷിജു ഖാൻ നൌഷാദ് ടീം 2ാം സ്ഥാനം നേടി. തിരുവനന്തപുരം വെള്ളറട രാജേഷ് ആൻഡ് രാജേഷ് ടീമും മലപ്പുറം വിനോദ് ബദർ ടീം എന്നിവർ സെമി ഫൈനലിസ്റ്റുകളായി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. വിവാഹ ചടങ്ങിനെത്തിയ സ്ത്രീയെ കടന്നുപിടിച്ചു. കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അറസ്റ്റിൽ. ചവറ തെക്കുംഭാഗം സ്വദേശി സന്തോഷ് തങ്കച്ചനാണ് അറസ്റ്റിലായത്. മദ്യലഹരിയിൽ പോലീസിന് നേരെയും ആക്രമണം. കേന്ദ്ര BJP സർക്കാർ എന്താണോ ചെയ്യുന്നത് അതുതന്നെയാണ് കേരള സർക്കാരും സ്വീകരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല MLA. കേരളത്തിൽ ജാതി തിരിച്ചുള്ള സംഗമങ്ങൾ നടത്തുകയാണ്. ജനങ്ങളെ കമ്പാർട്ട്മെന്റുകളായി തിരിക്കുന്ന സർക്കാരാണ് ഇവിടെയുള്ളതെന്നും കുറ്റപ്പെടുത്തൽ. ഗ്രന്ഥശാല ദിനത്തിൽ അക്ഷരദീപങ്ങൾ തെളിച്ച് കരുനാഗപ്പള്ളി താലൂക്ക് ഗ്രന്ഥശാല പ്രവർത്തകർ. ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററുമായി സഹകരിച്ചായിരുന്നു പരിപാടി. 1000 അക്ഷരത്തിരി എന്ന പേരിലാണ് വിളക്കുകൾ തെളിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.